നമുക്ക് കുറേ ഏടാകൂടങ്ങൾ പരിചയപ്പെടാം. ഏടാകൂടം എന്ന് പറഞ്ഞാൽ ഇത് ഏടാകൂടത്തിൻ്റെ ടീപ്പയാണ്. ഇതിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് ഒരു തടിയാണ്. ഇതിന് ഇവിടം വരെ ഒരു തടിയാണ്. തടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ചങ്ങലയാണ്. 1 2 3 4 ഇതായിട്ടുള്ള ചങ്ങലയാണ്. അതിനൊരു കൂമ്പുണ്ട്. ഇതിവിടം തൊട്ടേ ഒരു തടിയാണ്. ഇതൊരു തടിയാണ്. ഇതൊരു തടിയാണ്. ഇത് കൂടാതെ ഇതിനകത്ത് ഇങ്ങനൊരു റിങ് ഇട്ടിട്ടുണ്ട്. ഈ റിങ്ങിന് ഒരു ജോയിൻ്റ് ഒന്നുമില്ല. ഈ റിങ് ഇതിനകത്ത് ഇട്ടേക്കുവാണ്. ഇത് വെട്ടി തന്നെ ഇട്ടേക്കും. ഇതിനൊന്നും അല്ലാതെ ജോയിൻ്റ് ഇല്ല. ഇതൊരു പ്രത്യേക രീതിയിൽ തന്നെ പണിതെടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് അഴിച്ചിട്ട് താഴോട്ട് കാണാം. ഇത് പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്തത്. അഴിച്ചിട്ട് നമുക്ക് താഴോട്ട് കൊണ്ടുവന്ന് കാണാം. ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു തടി തന്നെ. ഇതിനകത്ത് ഇവിടെ റിങ് ഉണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം ഒരു തടി തന്നെയാണ്. ഈ റിങ്ങെല്ലാം കൊത്തിയേക്കുന്ന ഈ തടിയിൽ തന്നെയാണ്. ഈ റിങ്ങും അതുപോലെ തന്നെ. ഇതും അതുപോലെ തന്നെ കൊത്തിയെടുക്കുക. അതാണ്ട് ഇങ്ങനെ ഒരു റിങ്ങുണ്ട്. ഇതും അതേപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഇട്ട് കൊത്തിയിരിക്കുന്നതാണ്. ഇനി അതിലൊന്നുമല്ല, ഇതിനെക്കാട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ഇതും ഒരു ഏടാകൂടമാണ്. ഇതൊരു പീസ്, ഇതൊരു പീസ്, ഇതൊരു പീസ്. ഈ പീസ് തമ്മിൽ എങ്ങനെ കയറ്റിയെന്ന് പോലും നമുക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഇത് ജോയിൻ്റ് ഇല്ലാത്ത ഒരു റിങ് ഇവിടെ, ഈ റിങ്ങും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ഇതൊരു ഏടാകൂടം. ഇത് ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് കയറിയിട്ടുണ്ട്, ഇവിടുന്ന് കയറിയിട്ടുണ്ട്. ഈ റിങ്ങും ഇതിനകത്തുണ്ട്. അപ്പം ഇത് ഇങ്ങനൊരു ടീപ്പോ കേരളത്തിൽ തന്നെ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇതതുപോലെ തന്നെ ഇവിടുന്ന് താഴോട്ട് മാത്രമാണ് ഈ കാലുകൾ മാത്രം ജോയിൻ്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടം വരെ ഒരു തടിയാണ്. ബാക്കിയെല്ലാം ജോയിൻ്റ് ചെയ്തേക്കുന്നതാണ്. കാരണം ഇത് ഒരു കൗതുകത്തിൻ്റെ ഇതായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്ലാവിൻ്റെ തടി ചെയ്തെടുത്തതാണ്. നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ട് നമ്മുടെ ഐഡിയയിൽ ചെയ്തെടുത്തതാണ്. ഇത് സാധാരണ സരസ്വതി പീഠം നമ്മൾ 2 തടിയിലാണ് കാണപ്പെടുന്നത്. ഇത് ഒറ്റ തടിയിൽ 4 പീസ് ഉണ്ടാക്കി. 4 പീസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോള് പ്രത്യേകമായിട്ട് കൊത്തി, ഇത് പ്രത്യേകമായിട്ട് കൊത്തി, ഇതെല്ലാം അറുത്ത് മാറ്റി ഇവിടെ നിന്നുള്ള വർക്കെല്ലാം ചെയ്തു, ഇവിടെ നിന്നുള്ള വർക്കെല്ലാം ചെയ്തു. അങ്ങനെ ഫുള്ള് എന്ന് പറഞ്ഞാൽ 100% വർക്ക് തീർത്തെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ വെക്കുന്നു. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നമുക്ക് പുസ്തകം വെക്കാൻ പറ്റും. അപ്പോൾ 4 എണ്ണമാണ് ഈ ഒരു തടി. 4 തടി എന്ന് പറഞ്ഞാൽ ഒറ്റ പലകയിൽ 4 പീസാണ്. അപ്പോൾ ഇത് റീസെറ്റ് കണ്ടോണം. അതായത് ഇങ്ങനെ റീസെറ്റ് കണ്ടോണം. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് റീസെറ്റാണ്. ഇതും പ്ലാവിൻ്റെ തടിയാണ്. ഇതും അതുപോലെ തന്നെ മനോഹരൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള അദ്ദേഹം ഇത് നമുക്ക് ചെയ്തതാണ്. ഏടാകൂടവും അങ്ങനെ തന്നെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്തൊരു ഐഡിയ കൊടുത്താലും ആ ഐഡിയയിൽ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ഇന്നും നമ്മുടെ കാർപ്പൻ്റർമാരുണ്ട്. അത് മാത്രമല്ല, ഇതൊക്കെ ഒരു പഴയ കാലത്തുള്ള ഇതേപോലുള്ള കൗതുകമായിട്ടുള്ള വർക്കുകൾ, നമ്മൾ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതേപോലുള്ള കൗതുകങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നേരിട്ട് വന്ന് കാണാനുള്ള അവസരമാണ് നമ്മുടെ മ്യൂസിയം. ഇത് അടുത്ത സാധനമാണ്. ഏടാകൂടം എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം കുറേ ഉണ്ട്. നമ്മുടെ ശിലാമ്യൂസിയത്തിലെത്തിയാൽ കുറേ കാണാൻ പറ്റും. ഇത് വേറെ ഏടാകൂടമാണ്. അതിൻ്റെ വേറൊരു സംഭവം, ഇത് ഒറ്റ തടിയാണ്. ഇത് കാണാൻ പറ്റും, ഒറ്റ തടിയാണ്. എല്ലാ വശം നോക്കാം, നേരിട്ട് വന്ന് കാണാം കേട്ടോ. ഇതിപ്പം നമ്മൾ വീഡിയോയിലല്ലാതെ നേരിട്ടും വന്ന് കാണാം. തന്നെ ഇത് ഇങ്ങോട്ട് നമ്മൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടോട്ട് പോവും, ഇത് ഇവിടോട്ട് അടിക്കും. അപ്പോൾ ഈ 2 സൈഡും ഇപ്പം നീണ്ടും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അടിക്കാം. കണ്ടോ, ഇതിങ്ങനെ അടിക്കാം. ഇതൊരു തടിയാണ്. ജോയിൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഇതിനുള്ളിൽ കയറ്റിയത്. അപ്പം ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണുന്നവർക്ക് നേരിട്ട് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ഏടാകൂടം നമ്മളിപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഇത്രയും വലിയ തടിയൊന്നും കൊണ്ടു കിടക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏടാകൂടത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇതൊരു ശിലയെന്ന് താണ്ട് ഈ മോതിരത്തിലുണ്ട്. ഈ മോതിരത്തിലൊരു ഏടാകൂടമാണ്. ഇത് ഇങ്ങനെ അഴിക്കാൻ പറ്റും. ഇതൊരു ഏടാകൂടമാണ്. ഈ ഏടാകൂടം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റീസെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇത് എടുത്തിടുന്നു. ഒരെണ്ണം തിരിച്ചിങ്ങനെ സെറ്റ് ചെയ്യുന്നു. അടുത്ത എടുക്കുന്നു. അടുത്ത ഇങ്ങനെ റെഡിയാക്കുന്നു. ഇത് അകത്തോട്ട് കയറ്റുന്നു. ഇതേ ഇങ്ങനെ എടുക്കുന്നു. നമ്മുടെ ശിലയിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ കയ്യിലിടാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക.